ഡിയർ പേരൻസ്, നമ്മുടെ മക്കളൊക്കെ പഠനത്തിൽ മിടുക്കരാവുക, അവർ നല്ല സ്മാർട്ടായി പഠിക്കുക, നല്ല പാഷനേറ്റായി പഠിക്കുന്ന നല്ല സ്മാർട്ട് സ്റ്റുഡൻസ് ആയി മാറുക എന്നുള്ളത് ഓരോ പേരൻറ്റിൻ്റെയും വലിയൊരു ഡ്രീമാണ്, വലിയൊരു സ്വപ്നമാണ്, വലിയൊരു ആഗ്രഹമാണ്. സോ നമ്മുടെ മക്കളെ പഠനത്തിൽ മിടുക്കരാക്കാനുള്ള പ്രധാനമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ട്രെയിനിങ് സെഷൻ 3 ഷോർട്ട് വീഡിയോ ലെസൺസിലൂടെയാണ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. ഓരോ വീഡിയോ ലെസണും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കുക. 3ാമത്തെ വീഡിയോ ലെസണിന് ശേഷം നിങ്ങൾക്കായിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ക്വിസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ കുട്ടികളുടെ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്വിസാണ്. സോ 3ാമത്തെ വീഡിയോ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളൊരു ക്വിസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമ്മുടെ കുട്ടികളെ പഠനത്തിൽ മിടുക്കരാക്കാനുള്ള 1ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ക്രിയേറ്റ് മോട്ടിവേഷൻ. നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പഠനത്തിൽ മിടുക്കരാവാനുള്ള 1ാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു കാര്യം ചെയ്യാനോ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം അല്ലേ? സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കാര്യം ചെയ്യുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ കുട്ടികൾ പഠനത്തിൽ മിടുക്കരാവാനുള്ള ഏറ്റവും 1ാമതായി വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരണം. ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മളെപ്പോഴും അവരുടെ പുറകെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്ന സ്മാർട്ട് സ്റ്റുഡൻസ് ആയിട്ട് നമ്മുടെ കുട്ടികൾ മാറും. സോ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സെൽഫ് മോട്ടിവേഷൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവർക്ക് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഭാവിയിൽ എന്താവണമെന്നുള്ള ഒരു കൃത്യമായ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെയൊന്നുമില്ലേ, ഏത് ട്രെയിൻ ആദ്യം വരുന്ന അതിൽ പോവാം. നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം പുറത്തേക്കാണ് പോകുന്നത്, കാസർഗോഡ് മംഗലാപുരം പുറത്തേക്കാണ് പോകുന്നത്. അങ്ങനല്ലേ, ഏത് ട്രെയിനാണ് വരുന്നത് അതിൽ പോവാം. ഇയാളെ പറ്റി നമുക്ക് എന്താ തോന്നുക അല്ലേ? ഇയാൾ നമ്മൾ ബുദ്ധിയില്ലാത്ത ആൾ മണ്ടൻ എന്നൊക്കെ പറയും. എന്നാൽ നമ്മൾ 10ലും പ്ലസ് 1 പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗോളോ ലക്ഷ്യമോ മിക്ക കുട്ടികൾക്കില്ല. സോ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായ ഗോൾസ് വളരെ നേരത്തെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ല മോട്ടിവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എത്രയും നേരത്തെ നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ, സ്മാർട്ടായി പഠിക്കാൻ 1ാമതായി ചെയ്യേണ്ട കാര്യം അവർക്ക് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റും സെൽഫ് മോട്ടിവേഷനും ഉണ്ടാവുകയുള്ളൂ. സോ നമ്മൾ കുട്ടികളെ പഠനത്തിൽ മിടുക്കരാവാനുള്ള 1ാമത്തെ സ്റ്റെപ്പ് വി ഹാവ് ടു ക്രിയേറ്റ് മോട്ടിവേഷൻ. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മിടുക്കരാവാനുള്ള 2ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ഓരോ സബ്ജക്റ്റിലെയും ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കുട്ടി ആ കുട്ടി 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വിചാരിക്കുക. ആ കുട്ടിക്ക് 4ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ബേസിക് മാത്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 8ലെയും 9ലെയും 10ലെയും മാത്സ് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കേണ്ട ഹിന്ദി, ഇംഗ്ലീഷൊന്നും ആ കുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഹയർ ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമും ഇംഗ്ലീഷ് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. സോ കുട്ടികളുടെ സബ്ജക്റ്റ് ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഏത് വിഷയത്തിലാണോ സബ്ജക്റ്റിൽ ഫൗണ്ടേഷൻ മോശമുള്ളത്, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പല കുട്ടികളുടെയും ഫൗണ്ടേഷൻ മോശമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എസ്പെഷ്യലി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ലാംഗ്വേജ് സബ്ജക്റ്റും പ്രോബ്ലം സബ്ജക്ട്സിൻ്റെയും ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ നമുക്ക് ഹയർ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യം മനസ്സിലാവില്ല. സോ ഈ സബ്ജക്റ്റുകളുടെയൊക്കെ ഫൗണ്ടേഷൻ ഒന്നുകിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, നമ്മുടെ റിലേറ്റീവ്സിനെ കൊണ്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ട്യൂഷന് പറഞ്ഞയച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞേക്കാം. സോ നമ്മുടെ കുട്ടികളുടെ ഫൗണ്ടേഷൻ റെഡിയാക്കലാണ് പഠനത്തിൽ മിടുക്കരാക്കാനുള്ള 2ാമത്തെ സ്റ്റെപ്പ്. ഇനിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് അടുത്ത വീഡിയോ ലെസണിൽ നമുക്ക് പഠിക്കാം.